ആവിയില്ല ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല കുടത്തിന് വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ മൈസൂര് പഴംകുട്ടി അടിക്കും ഞാനേ ഇങ്ങള് പുട്ടാണെങ്കിൽ ഞമ്മള് പുട്ടും കുറ്റിയാണേ ഇങ്ങള് ജില്ലാണെങ്കിൽ ഞമ്മള് കുപ്പിച്ചില്ലാണേ. ഇന്നത്തെ റെസിപ്പി പുട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ പുട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു പുട്ടും കുടവും അതിൻ്റെ കുറ്റിയൊക്കെ കൂടെ ആയിട്ടൊന്ന് മേടിച്ചിട്ടുണ്ട്. പുട്ടും കുടം വിത്ത് കുറ്റിയാണ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് സാധാ നമ്മുടെ കുക്കറിൽ വെക്കുന്ന കുറ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പുട്ടത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ പുട്ടുണ്ടാക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ 2 പേർക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് എൻ്റെ സിസ്റ്ററും പിന്നെ വേറെ ഒരാളറിയായിരിക്കുമല്ലോ. അപ്പം അവളപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പുട്ടുപൊടി കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ആ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തത് വേവുകയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാനൊരു തരത്തിൽ കഷ്ടപ്പെട്ട് അതിനെയൊക്കെ വേവിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ അത് തന്നെയല്ല, കുക്കറിൽ പുട്ടുകുറ്റി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ സേഫ് പുട്ടും കൂടെ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടുകൂടെ അന്വേഷിച്ച് നടന്ന അവസാനം എനിക്കൊരു പുട്ടുകൂടെ ബാംഗ്ലൂർ കിട്ടി. സാധാരണ പുട്ടുകൂടത്തിനൂടെ ഭയങ്കര വിലയാണ്, 750 രൂപയൊക്കെയാണ്. പക്ഷേ ഇതെനിക്ക് ഏകദേശം 500 താഴെ കിട്ടിയതാണ്. അപ്പം അങ്ങനെ ഞാൻ പുട്ടുകൂട മേടിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാതെ എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ പുട്ടുകുടം. സ്റ്റീലിൻ്റെയാണ് പുട്ടുകുടം. സ്റ്റീലല്ലാത്തത് ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, വില വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങി. ഇതാകുമ്പോൾ പിന്നെ തുരുമ്പൊന്നും പിടിക്കുകയില്ല. നമ്മൾ മറ്റേത് അലുമിനിയം ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കില്ല, ചിലപ്പോൾ അതിന് ചെറിയ കുത്തലുകളൊക്കെ വീഴും ഉപയോഗിക്കാതിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റീൽ തന്നെ വാങ്ങി. പിന്നെ എളുപ്പത്തിൽ പോരുമല്ലോ. അപ്പോൾ ഇത്രയും വലിപ്പമുണ്ട് കലത്തിന്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ചിലപ്പോൾ നമ്മൾ സ്റ്റവ് വെക്കുമ്പോൾ മറിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിന് ഏകദേശം 3/4 ഭാഗത്തോളം നിറച്ചോളൂ, വെള്ളം വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ താഴെ നല്ല ഇതായിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറ്റിക്കാണെങ്കിൽ ഭയങ്കര നീളമാണ്. 2 പേർക്ക് ഒരു കുറ്റി മതി സാധാരണ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജാക്കുവിനെ ഞാൻ ഭീഷണിപ്പെടുത്തി പുട്ട് തിന്നണമെന്ന് പറഞ്ഞേക്കാണ്. അവന് പുട്ടിഷ്ടമില്ല, എന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് പുട്ടിനെല്ലാം കുഴയ്ക്കുകയാണ്. എനിക്ക് സാധാരണ വലിയ തരിയുള്ള പുട്ടുപൊടിയേക്കാളും ഇഷ്ടം നോർമലായിട്ടുള്ള നമ്മുടെ അപ്പത്തിൻ്റെ പുട്ടുണ്ടാക്കുന്നത്. അത് നമ്മൾ സോഫ്റ്റായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിന്ന് അതൊക്കെ വെച്ചിട്ടാണ് കുഴച്ച് പുട്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുകുട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ പുട്ടുകുട. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി റിവ്യൂ പറയാം. ഈ കുറ്റിയും കുടത്തിൻ്റെയൊക്കെ പേര് DTC ഡ്രീംസ് എന്നാണ്. അപ്പം നിങ്ങൾ 100% പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങാം. ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് ഞാൻ വാങ്ങിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളെ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പുട്ടുണ്ടാക്കാൻ പോവാം. 4 മണി പുട്ട്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഇത് ബനാനയാണ്. കുറച്ച് നല്ലോണം പഴുത്ത ബനാന എടുത്ത് ഒരു ശർക്കരക്കട്ട ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാം ജാഗരിയാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് നല്ല നേരിട്ട് ഇട്ടാൽ മതി. ഇത് കിടന്ന് അലിഞ്ഞ് റെഡിയാകട്ടെ. അപ്പോൾ ഇത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. കുറച്ച് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. തന്നെ അലിഞ്ഞ് ശരിയാക്കണം. പുട്ടും കുടവും കുറ്റിയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു ചില്ലൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ പുട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ തേങ്ങാപ്പൊടിയാണ് ഇടുന്നത്. ഇവിടെ തേങ്ങാ പൗഡർ കിട്ടും, ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ ഡ്രൈ കോക്കനട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഇടുമ്പോൾ ആവിയൊക്കെ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറി നല്ല സോഫ്റ്റാവും. അപ്പം നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാം.
ഇപ്പോൾ പുട്ട് കുറ്റിയൊക്കെ എടുക്കുക. ഇത് പുറത്തോട്ടിരിക്കുന്ന പുട്ടാണ്, ഇത് മേളിലാണ് ഇരിക്കുന്നത്, പുട്ടുപൊടുപ്പിൻ്റെ മേളിൽ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് പുട്ട് നിറയ്ക്കാം. അപ്പോൾ അത് നിറച്ചിട്ട് കാണിക്കാം. നമ്മുടെ ബനാന ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുട്ട് കുറ്റി നിറയ്ക്കാൻ കുറേ പാടുപെട്ടു. അതായത് വലിയ കുറ്റിയായതുകൊണ്ട് ഒരുപാട് പൊടി ഇതിനകത്ത് ഇടേണ്ടി വന്നു. അപ്പം ഏകദേശം ഞാൻ കുഴച്ചതിൻ്റെ 3/4 ഭാഗം തീർന്നു. ഇനി ഒരു അരക്കുറ്റിക്കുള്ള പൊടിയേ ഇവിടെ ഇരിപ്പുള്ളൂ. ഇതാണ്. പക്ഷേ ഈ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നോക്കി എല്ലായിടവും നല്ല പുട്ടിൻ്റെ പൊടിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പുട്ടുണ്ടാക്കാൻ. അത് തന്നെയല്ല, ചിലപ്പോൾ ഞാൻ ആലോചിക്കും എന്തൊരു ബോധമില്ലായ്മയിലാണ് ഇത് ചെയ്യുന്നത്. കുറേ പൊടിയെടുത്ത് നനയ്ക്കുക, പിന്നെ ആ പൊടിയെടുത്ത് തിന്നുക, അതൊക്കെ. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. പുട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമ്മളായാലും പുട്ട് വെച്ചു. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കുറിച്ചൊക്കെ ആവി വരുന്നുണ്ട്. മുകളിലോട്ട് കയറുമെന്ന് തോന്നുന്നു. എനിവേ നോക്കാം. നോക്കി ഇല്ല, സിലിണ്ടർ കൊടുത്ത പുട്ട് വെക്കുന്നുണ്ട്. 2 പേർക്ക് കഴിക്കാം ഒരു പുട്ട്. അപ്പം നമ്മൾ ഇതിനെ ഇളക്കി ഇത് ശരിയാക്കാൻ പുട്ട് റെഡിയാക്കി. ആവട്ടെ കാണിക്കും. അങ്ങനെ നമ്മുടെ ബനാനയൊക്കെ ഒരു നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പുട്ടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള തൊട്ടുകൂട്ട. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും. ഞാൻ ഇതോടെ അവിടെ കൊണ്ടുവയ്ക്കാം. എൻ്റെ നെയ്പാത്രമൊക്കെ നിങ്ങൾ കണ്ടു. ഇതാണ് എൻ്റെ നെയ്പാത്രം. അങ്ങനെയാണ് ഞാൻ നെയ്യ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നെയ്യ് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ഈ നെയ്യൊക്കെ ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കാം. അതിനൊന്നെടുക്കുമ്പോൾ തിരിച്ച് വെക്കാം. ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് വരണ്ട് കഴിയുമ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ചും കൂടെ ചേർക്കാം. നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് താമസിച്ചപ്പോൾ ഞാനൊരു ഈർക്കിലിയൊക്കെ ഇട്ട് പൊട്ടി. അപ്പോൾ ഏതായാലും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആവിയൊക്കെ. അപ്പോൾ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം നെയ്യിൽ കിടന്നൊന്ന് വരട്ടെ. ഏലക്കാപ്പൊടി ഞാൻ ഇനി പൊടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ കിച്ചണിൽ ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാണ്. അപ്പോൾ അതിൽ ഇതാണ് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്. കറക്റ്റാണ്. എന്താ സ്മെല്ല്. അപ്പോൾ നമ്മുടെ ബനാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് പാലൊക്കെ ഒഴിക്കാൻ പറ്റും. ഞാൻ ആഡംബരമൊന്നും നടത്തുന്നില്ല. ഇത്രയൊക്കെ മതി. പാലൊക്കെ ഒഴിച്ച് ചിലപ്പോൾ കേടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി. അപ്പോൾ ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ടിനെടുക്കുക. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പുട്ട് ഇച്ചിരി കൂടെ വെന്തോട്ടെ. പ്ലേറ്റ് റെഡിയാണ്. നമുക്ക് പുട്ട് കുത്താം. അങ്ങനെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുത്താം. ഞാൻ കുത്തിയിട്ട് കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ക്യാമറയും എല്ലാം, കുക്കിങ്ങും എല്ലാം. അപ്പോൾ അതുകൊണ്ട് പുട്ട് കുത്തിയിട്ട് കാണിക്കാം. മാക്സിമം പൊടിയാതിരിക്കുക. അത്ര നീളമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പുട്ടുകുറ്റി അത്ര മോശക്കാരനൊന്നുമല്ല. നന്നായിട്ട് വലിയൊരു പുട്ടുകുറ്റിയാണ്. 2 പേർക്ക് സുന്ദരമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. കോഫി ഇവിടെ റെഡിയാകുന്നേ ഉള്ളൂ. വിത്ത് നമ്മുടെ ബനാന ഹൽവയും ചേർത്ത് കഴിക്കും. അപ്പോൾ ഇത് ഞാൻ 2 പാത്രത്തിലേക്ക് എടുക്കണം. അങ്ങനെ നമ്മുടെ പുട്ടും ബനാന ഹൽവ വിത്ത് കോഫിയുടെ റെഡിയാണ്. ബ്രൂ കോഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പുട്ട് 4 മണി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈവനിങ് വിത്ത് പുട്ട്.